ജിസേൽ തക്രാൾ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ വീണ്ടും റൂൾ വയലേഷൻസ് അടിക്കടി റൂൾ വയലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. ജിസേൽ മാത്രം ഇത്രയ്ക്ക് സ്പെഷ്യൽ ആണോ ബിഗ് ബോസിന്? അതോ ബിഗ് ബോസ് മുൻപൊരു ബിഗ് ബോസ് ഷോയിൽ മത്സരിച്ചിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യം അവർക്കുണ്ടോ? അതോ ബിഗ് ബോസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? അതായത് അവർ മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു. അപ്പോൾ അത് ഹൗസ് മേറ്റ്സ് ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ പറയും ഞാൻ ബിഗ് ബോസ് തന്നതാണ്. പിന്നീട് ബിഗ് ബോസ് വിളിച്ചിരുത്തി വാർണിംഗ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ജിസൈലിന് ഈ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി? അപ്പൊ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, അവർക്ക് മാത്രം ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ്, എന്തൊക്കെ വന്നാലും അവർക്ക് മാത്രം ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല. ബാക്കി അവിടെയുള്ള എല്ലാ കുട്ടികളും, എസ്പെഷ്യലി അവിടുത്തെ ഗേൾസും ബോയ്സും എല്ലാവരും, പ്രത്യേകം എടുത്തു പറയണല്ലോ പെൺകുട്ടികൾ. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ശൈത്യ പറയുന്നുണ്ടായിരുന്നു, ഒരു പൊട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത്. ശരിക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, പെൺകുട്ടികൾക്ക് ഒരുങ്ങിയിരിക്കാനുള്ള ഒരു ഇഷ്ടക്കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഒരു പൊട്ടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഭയങ്കര ദയനീയമായിട്ട് തോന്നും ശരിക്കും അവർ പറയുന്നത് കേൾക്കുമ്പോൾ. ആ അവസരത്തിലാണ് ജിസയിൽ മാത്രം ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സും ഇടാതെ മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് ബ്ലഷ് ഇട്ട് എപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ട് നടക്കും. അടിപൊളിയായി നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഒരു റൂള് ബിഗ് ബോസിൽ പറയുമ്പോൾ അതിനെ വല്ലാതെ ബ്രേക്ക് ചെയ്യുന്നു. ലാലേട്ടൻ്റെ വാണിംഗ് കിട്ടി, ബിഗ് ബോസ് ഒരു തവണ വാണിംഗ് കൊടുത്തു, വീണ്ടും ബിഗ് ബോസ് ഒന്നും കൂടെ ഒരു തേർഡ് വാർണിംഗും കൂടെ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണ വീക്കെൻഡിലും നെക്സ്റ്റ് വീക്കെൻഡിലും ലാലേട്ടൻ ഇത് സ്ട്രോങ് ആയി ചോദിക്കണം. പക്ഷെ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും ഇത് ഒരു പെട്ടി അങ്ങോട്ട് അയച്ചതുകൊണ്ട്, ഇടിച്ചയച്ചതുകൊണ്ട് ഒന്നും ഇത് തീരുമെന്ന് തോന്നുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു താക്കീത് തന്നെ കൊടുക്കണം. ഒന്നില്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എവിക്റ്റ് തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയും റൂള് വയലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്തിനാണ് ബിഗ് ബോസ് വീട്ടിലല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പണിഷ്മെന്റ്സ് കൊടുക്കണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസിന് ജിസൈലിന്റെ കയ്യിലുള്ള എല്ലാ മേക്കപ്പ് സാധനങ്ങളും മേടിക്കാൻ പറ്റുന്നില്ല? ഫുൾ ക്യാമറകളുള്ള ഒരു വീടാണ് അല്ലേ? അപ്പൊ എവിടെയൊക്കെ സാധനങ്ങൾ ജിസൈൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് BB ക്രൂവിന് അറിയാം. അവരുടെ കണ്ണ് വെട്ടിച്ച് എവിടെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഹൗസ് മേറ്റ്സ് എല്ലാവരെയും വെളിയിൽ നിർത്തിയിട്ട് ഇവർക്ക് അറിയാലോ ഇതൊക്കെ എവിടെ വെച്ചേക്കുന്നതെന്ന്. ഇവര് മൊത്തത്തില് മറ്റേ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ട് പോയിട്ട് ഇവർ വെച്ചേക്കുന്ന എല്ലാം എടുത്തോണ്ട് പോട്ടെ അല്ലെ? അല്ലെങ്കിൽ ഇനി ഇത് വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക എവിക്റ്റ് ആകുമെന്ന രീതിയിലുള്ള എന്തെങ്കിലും വാർണിംഗ് അവർക്ക് കൊടുക്കണം, കുറച്ചുകൂടെ അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് ജിസൈലിനെ മാത്രം ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും അവരും പറയുന്നുണ്ട്. അതായത് ഇതിനെതിരെയൊക്കെ റിയാക്ട് ചെയ്യാൻ കുറച്ച് പേരുള്ളൂ. അതാണ് വേറൊരു കാര്യം. ജിസൈലിന് എല്ലാവർക്കും പേടിയാണോ ഹൗസിൽ? അനുമോള് റിയാക്ട് ചെയ്തു, എന്നാള് ബിന്നി റിയാക്ട് ചെയ്തു, പക്ഷെ അധികം പേരൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. എല്ലാവരും മാറിയിരുന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.